നമസ്കാരം. പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ നേരത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ടും ഇയാൾ എങ്ങനെ സർവീസിൽ തുടർന്നു എന്ന ചോദ്യമാണ് ഇന്നലെ മുതൽ ഉയർന്നത്. കാക്കിക്കുള്ളിലെ CPM-ന്റെ സഖാവായി അറിയപ്പെടുന്ന അഭിലാഷിന് വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ തന്നെ ഇടപെട്ടുവെന്നാണ് സൂചനകൾ. കാക്കിയിട്ടുകൊണ്ടുള്ള അഭിലാഷിന്റെ ക്രിമിനൽ പ്രവർത്തികൾ കാരണം ഇയാളെ നേരത്തെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും രക്ഷിച്ചത് അന്നത്തെ DGP ആയിരുന്നു. അത് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീകാര്യം CI ആയിരുന്ന സമയത്ത് ലൈംഗിക പീഡന കേസ് പണം വാങ്ങി അട്ടിമറിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന CH നാഗരാജുവാണ് അഭിലാഷിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ ഉത്തരവ് 2 വർഷത്തെ ശമ്പള വർധന തടയൽ എന്ന നടപടി മാത്രമാക്കി അന്നത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുരുക്കി. DGP-യുടെ ഈ ഇടപെടലിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നാണ് സൂചനകൾ. പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു DGP ദർവേഷ് സാഹിബ് വിലയിരുത്തിയത്. നടപടിക്ക് നിർദ്ദേശം വന്ന് 1.5 വർഷത്തിനുള്ളിലായിരുന്നു ഇത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച കമ്മീഷണർ നൽകിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലെ CI അഭിലാഷ് ഡേവിഡ് മർദ്ദിച്ചെന്ന് ആവർത്തിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും രംഗത്ത് വന്നു. ഷാഫിക്ക് മർദ്ദനമേൽക്കുമ്പോൾ അഭിലാഷിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പേരാമ്പ്ര DYSP-യുടെ മൊഴിയുണ്ടെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര DYSP ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തും. സംഘർഷത്തിൽ ഷാഫി പറമ്പിലിന്റെ മൊഴിയും പോലീസ് വൈകാതെ സ്വീകരിക്കും. CPM-യുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരനാണ് അഭിലാഷ് ഡേവിഡ്. ശ്രീകാര്യം CI ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി. ഇതിന് പിന്നാലെ ചില കേസുകൾ വന്നു. ഇതാണ് പോലീസിൽ നിന്ന് പുറത്താക്കലിലേക്ക് കാര്യങ്ങളെത്തിയത്. 90കളിൽ തിരുവനന്തപുരത്തെ SFI മുഖമായിരുന്നു അഭിലാഷ് ഡേവിഡ്. വഞ്ചൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു. ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ അഭിലാഷിന്റെ കരിയർ ഉയരുകയും ചെയ്തു. തൊടുപുഴയിലെ അരുൺ ആനന്ദിന്റെ ക്രൂരത തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്തടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായി. ഇതിനിടയിലാണ് ആരോപണങ്ങൾ ഉയരുന്നത്. അത് പുറത്താകലായി മാറി. എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്തി. രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുണച്ചത്. ഇതിനിടയിലാണ് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നത്. അഭിലാഷ് ഡേവിഡിന്റെ സാന്നിധ്യം പേരാമ്പ്ര കേസിനെ കൂടുതൽ ചർച്ചകളിലെത്തിക്കും. ഒരു കാലത്ത് ഓംപ്രകാശ് അടക്കമുള്ളവർ തിരുവനന്തപുരം വഞ്ചൂരിലെ CPM ഓഫീസിലെ നിത്യസന്ദർശകരായിരുന്നു. ഈ സമയത്ത് SFI പ്രവർത്തകൻ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡും വഞ്ചൂരിലെ നിറസാന്നിധ്യമായിരുന്നു. പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത്. ശ്രീകാര്യം മെസ്സേജ് ആയിരിക്കെ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതായിരുന്നു അഭിലാഷിനെതിരെ നടപടി. റെയിൽവേ പോലീസിൽ CI ആയിരുന്ന അഭിലാഷ് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു. അപ്പോൾ തലസ്ഥാനത്തെ ഗുണ്ടകൾ തമ്മിലുള്ള പണമിടപാട് തർക്കം പരിഹരിക്കാൻ 2 DYSP-മാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിതിൻ, രഞ്ജിത്ത് എന്നിവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുള്ള നിതിന്റെ വീട്ടിൽ വെച്ച് 2 DYSP-മാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. പാറ്റൂരിൽ വെച്ച് ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ നിതിനെയാണ്. അങ്ങനെ ഗുണ്ടാ സംഘവുമായിട്ടുള്ള ബന്ധമായിരുന്നു അഭിലാഷ് ഡേവിഡിന് വിനയായി മാറിയത്. അതിനിടെ ഷാഫി പറമ്പിലിനെ താൻ തല്ലിയിട്ടില്ലെന്നാണ് അഭിലാഷ് ഡേവിഡിന്റെ വാദം. തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ലെന്നും ഇയാൾ പറയുന്നു. ഇതോടെ പഴയ വാർത്തകൾ സംശയത്തിലാകുകയാണ്. പഴയ SFI ബന്ധം അഭിലാഷ് നിഷേധിക്കുന്നുമില്ല. തിരുവനന്തപുരത്തെ SFI കോട്ടകളായ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അഭിലാഷ് ഡേവിഡ്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി വടകര കൺട്രോൾ റൂം CI കൂടിയായ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഫിയുടെ ആരോപണങ്ങൾ തെറ്റാണ്. അടിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത് കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആളാണ്. അന്ന് താൻ ധരിച്ചിരുന്നത് കാക്കി ഹെൽമെറ്റ് ആണെന്നും താൻ നിന്നിരുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ് പറയുന്നു. തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നുവെന്ന ഷാഫി പറമ്പിലിന്റെ വാദം തെറ്റാണെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നില്ല, സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായത്. സസ്പെൻഷനിലായ താൻ 22 മാസം മുൻപ് സർവീസിൽ തിരികെ കയറി. പിരിച്ചുവിട്ടിരുന്നുവെന്ന അന്നത്തെ വാർത്ത താനും കണ്ടിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ് വിശദീകരിച്ചു. സർവീസ് നടപടിക്കെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ചെടുത്തിരുന്നുവെന്നതാണ് പുറത്തുവരുന്ന സൂചന. അതിനുശേഷം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് മാറ്റുകയായിരുന്നു.